എല്ലാവർക്കും നമസ്കാരം. നമ്മളെന്നും LGS പരീക്ഷയ്ക്കും 10th പ്രിലിംസിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് 20ഓളം ചോദ്യങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഡെയിലി ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ LGSനൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റായിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. കാരണം കുറച്ചുകൂടി ഈസിയുള്ള ചോദ്യങ്ങളാണ് അതിൽ ചെയ്ത് വരുന്നത്. അത് നമ്മൾ ക്രമേണ എന്ത് ചെയ്യുന്നത് കുറച്ച് ടൈറ്റാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ ചെയ്ത് ഇതിൻ്റെ ആ രീതിയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുക. ആ പഴയ വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ LGS രണ്ടാമത്തെ സ്റ്റേജിന് മുമ്പായിട്ട്. അതിൽ തന്നെ നമ്മളൊരു 12ഓളം ചോദ്യങ്ങൾ, ആകെ 5 ക്ലാസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഒരു 12ഓളം ചോദ്യങ്ങളാണ് വന്നത്. 12ഓളം അല്ല, 12 ചോദ്യങ്ങളാണ് വന്നത്. അതേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ആ 250 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 250 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ക്ലാസ്സുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാത്രം ആ 250 ചോദ്യങ്ങളിൽ നിന്ന് മാത്രം 7 ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. LGS സ്റ്റേജ് 3 എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ വീഡിയോസും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 23% കാണുന്നതിനു പകരം ഒരു കുട്ടി തെറ്റായി 32% കണ്ടപ്പോൾ ഉത്തരം 448 കിട്ടി എങ്കിൽ ശരി ഉത്തരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, എന്തായിരുന്നു ചോദ്യം? ഒരു സംഖ്യയുടെ 23% കാണാൻ പറഞ്ഞു. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തു? തെറ്റായിട്ട് 32% കണ്ടത്. അപ്പോൾ എത്ര കിട്ടി? 448 കിട്ടി. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? 32% എന്ന് പറയുന്നത് എന്താണ്? 448 എന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്ത് ചെയ്തു? ആ കുട്ടി 32% സംഖ്യയുടെ കണ്ടത്. അത് എത്രയായിരുന്നു? 448 അത് ഞാൻ എഴുതി. ഓക്കെ, നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? 23%. എന്തായിരുന്നു ചോദ്യം? എങ്കിൽ ശരി ഉത്തരം എത്ര എന്നാണ്. അതായത് 23% കാണേണ്ടത്. അപ്പോൾ അതായിരിക്കും ശരി ഉത്തരം. അപ്പം നമ്മൾ കാണേണ്ടത് എന്താണ്? 23% ഇനി നമുക്കറിയാം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ 23% എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം അല്ലേ, ക്രോസ് ഗുണിക്കണം അല്ലേ. എങ്ങനെയാ? 448 ഗുണിക്കണം ഇതെത്ര? ഇവിടെ എത്ര? 23. കഴിഞ്ഞോ? ഇല്ല. ഡിവൈഡഡ് ബൈ ഏതാണ്? ഈ 32 ഇങ്ങനെ ക്രോസ് ഗുണിക്കണം. അപ്പോൾ എന്താണ്? ഇവിടെ 32 ഉള്ളൂ. ഈ സംഖ്യ ആയതുകൊണ്ട് 32 മാത്രം എഴുതിയാൽ മതി. 32. ഓക്കെ ആണല്ലോ. നമ്മൾ എന്താണ് എഴുതിയത്? ആദ്യം 448 ഗുണിക്കണം എന്ത്? 23 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ഈ 32%. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടാം. 448 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 224. 32 വെട്ടിയാൽ 16. വെട്ടാൻ അറിയാത്തവരും ശ്രദ്ധിക്കുക. നമുക്ക് 2 കൊണ്ട് വെട്ടാൻ സിമ്പിളാണ് അല്ലേ. അതായത് 448 പകുതി എടുത്ത് 224, അതുപോലെ 32 പകുതി എടുത്തു 16. മേലെയും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ്, നമ്മളിതിൻ്റെ മേലെയും താഴെയും 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നോക്കി, ഇനി 2 കൊണ്ട് വെട്ടാം. ഇരട്ട സംഖ്യകളാണല്ലോ. അപ്പോൾ വെട്ടിയാൽ 224 വെട്ടിയാൽ 112. 16 വെട്ടിയാൽ 8. ഓക്കെ ആണല്ലോ. ഇനിയും വെട്ടാലോ. 112 വെട്ടിയാൽ എത്ര? 56 അല്ലേ പകുതി. 8ന്റെ പകുതി എത്ര? 4. ഇനിയും വെട്ടാലോ. 2 കൊണ്ട് വെട്ടിയ ഇത് 2. 56ന്റെ പകുതി എത്രയാ? 28. ഇനി വെട്ടിയാൽ എത്രയാ? 2 28 വെട്ടിയാൽ എത്രയാ? 14. അപ്പം നമ്മുടെ ഉത്തരം എന്തായി? 14 ഗുണിക്കണം 23. ഞാൻ പറഞ്ഞത് ഇത് വെട്ടി ചെറുതാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? 448 ഗുണിക്കണം 23 ചെയ്തിട്ട് എന്ത് ചെയ്യണം? പിന്നെ അതിനെ ആ കിട്ടുന്ന ഉത്തരത്തിന് എന്ത് ചെയ്യണം? 32 കൊണ്ട് ഹരിക്കണം. അതൊന്നും ഒരു പരീക്ഷയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സമയമില്ല, അത് കളയാൻ സമയമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാം. 14 ഗുണിക്കണം 23 അത് നമുക്ക് ചെയ്യാലോ. 23 ഗുണിക്കണം 14 എങ്ങനെ ചെയ്യാം? 3 4 12, ശിഷ്ടം 1, 24 8, 8 1 9. അതുപോലെ ഇവിടെ 1 3 3, 2 2 എത്ര വരിക? 2. ഇവിടെ ചെയ്താൽ 9 3 12, ശിഷ്ടം 1, 322 നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 0.25 കൂട്ടണം 1/2 കൂട്ടണം 2.5 കൂട്ടണം 3/4. ഈ ചോദ്യത്തിൽ എന്താണ്? കുറച്ച് ദശാംശ സംഖ്യകളും തന്നിട്ടുണ്ട്, കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? ഭിന്നസംഖ്യകളും തന്നിട്ടുണ്ട് അല്ലേ. ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും കൂടി എന്താണ്? മിക്സ് ആയിട്ട് തന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. 2 രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നിങ്ങളോട് എന്ത്? 1/2 വില
അതുപോലെ 1/4 വില, അതുപോലെ എന്താണ് 3/4 വില. ഇത് 3 വിലകൾ നിങ്ങൾ കാണാതെ മനസ്സിലാക്കി വെക്കണം. ഇത്രയും GK പഠിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ഒരു പാടും ഉണ്ടാവില്ല. ഇതെന്താണ് 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്. കാലെന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 ആണ്. അതുപോലെ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. അതായത് അരയാണ് എന്ത്? 0.5. അറിയാലോ, അര കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 കിലോനല്ലേ. അപ്പോൾ അടുത്ത് നോക്കുക, 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കാലാണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ 0.75 ആണ്. ഈ വിലകൾ നിങ്ങളോട് ഞാൻ കാണാതെ പഠിക്കാൻ കുറേ ക്ലാസ്സുകളായി പറയുന്നത്, നിങ്ങൾ പഠിച്ചോ, നല്ല ഉപകാരത്തിൽപ്പെടും കേട്ടോ. അപ്പോൾ ഇനി ഈ ചോദ്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ പോരെ, സിമ്പിളായിട്ട് നോക്ക്. 0.25 കൂട്ടണം 1/2 എന്ന് പറഞ്ഞാൽ 0.5. ഇതെങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 1നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി, അങ്ങനെയാണ് ഈ 0.5 കിട്ടുന്നത്. പക്ഷേ ഈ 3 വില എന്തായാലും ഓർത്തിരിക്കാൻ സുഖമായതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 0.25 എഴുതി കൂട്ടണം, അരയുണ്ട്, അരയ്ക്ക് എന്ത് എഴുതാം? 0.5 എന്ന് എഴുതി കൂടെ, കൂട്ടണം 2.5, 2.5 കൂട്ടണം 3/4 എന്ത് എഴുതാം? 0.75 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നോക്കി, ഇത് നേരെ കൂട്ടിയാൽ പോരെ. 0.5ഉം 2.5ഉം കൂട്ടിയാലും 3 ആണ്. 0.75ഉം 0.25ഉം കൂട്ടിയാലും 1 ആണ്. അപ്പോൾ 3 + 1 4 ആണെന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂട്ടിയത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 0.25 കൂട്ടണം എന്താണ്? 0.5 എന്ന് മാത്രം എഴുതണം, ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. എന്താ, വലതുവശത്ത് വന്നു കഴിഞ്ഞാൽ 0ന് വിലയില്ല, അതുകൊണ്ട് 0.5 കഴിഞ്ഞിട്ട് എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ? അതിന് വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ഇനി അടുത്തത് എന്ത് എഴുതാം? 2.5. അപ്പോഴും ഒരു 0 ഇട്ട് കൊടുക്കാം. കാരണം എന്താ, നമുക്കിത് ഒരേ മോഡലിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ അടുത്തെന്താ? 0.75. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? ഇത് ചെയ്ത് നേരെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്നുള്ള വാല്യൂ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ? 4 എന്നുള്ള വാല്യൂ കിട്ടും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ എഴുതി കൂട്ടാനുള്ളതാണ് അല്ലേ? 0.25ഉം 0.75ഉം കൂട്ടി 1 ആണ് നമുക്കറിയാം. 0.5ഉം കൂട്ടിയാൽ 1 ആണെന്ന് അറിയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ, നല്ലതായിരിക്കും. പിന്നെ അതുപോലെ 1/3ൻ്റെ വാല്യൂ എത്രയാണ്? 2/3ൻ്റെ വാല്യൂ എത്രയാണ്? അതൊക്കെ ഒന്ന് പഠിച്ചാലും വലിയ കുഴപ്പമില്ല കേട്ടോ. 0.33 ആയിരിക്കും ഇത്. അതുപോലെ ഇതിൻ്റെത് 0.66 അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. പഠിക്കാനൊന്നും ഇല്ല, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്യേണ്ടി വന്നേനെ നിങ്ങൾ ഈ പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വന്നേനെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോക്ക്, ആദ്യം നമ്മൾ 2 ദശാംശ സംഖ്യകളെ പരസ്പരം കൂട്ടുക. 0.25ഉം 2.5ഉം കൂട്ടുക. അത് കൂട്ടിയാൽ 2.75 എന്ന് കിട്ടും. കൂട്ടണം. ഇനി എന്ത് ചെയ്യും? ഈ അരയും ഈ മുക്കാലും കൂട്ടുക. അരയും പ്ലസ് മുക്കാൽ, അതായത് 1/2 + 3/4 കൂട്ടുക. എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് ചെയ്യണം. അതാണ് ഇത്. ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് കൂട്ടുക. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ദശാംശ സംഖ്യ ആക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് നേരെ എന്താ പറയുക, ഇതിൻ്റെ വില അറിയും വെച്ചാൽ ഡയറക്റ്റ് എഴുതിയാൽ പോരെ. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത്? ദശാംശ സംഖ്യകൾ ആദ്യം കൂട്ടി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഭിന്നസംഖ്യകൾ സെപ്പറേറ്റ് കൂട്ടുക. അത് നിങ്ങൾക്ക് കൂട്ടാൻ അറിയാലോ. അത് നേരെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി എന്താണ് ദശാംശ സംഖ്യയിലാക്കിയിട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഭിന്നസംഖ്യയിലാക്കിയിട്ട് കൂട്ടുക. ഇതിലേതെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? നമ്മുടെ ഉത്തരമായിട്ട് 4 ലഭിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരാൾ ഒരു വാച്ച് 1200 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. വാച്ചിൻ്റെ വാങ്ങിയ വില എന്ത് എന്നാണ് ചോദിച്ചത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? 1200 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞു. നമുക്കറിയാം വാങ്ങിയ വില എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? എല്ലായ്പ്പോഴും വാങ്ങിയ വില 100% എടുക്കാനാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? വാങ്ങിയ വില 100% എന്നെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്ക്, 1200 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. അപ്പോൾ വിറ്റ വില എത്ര ശതമാനാ? നമുക്ക് എന്താണ്? 20% ലാഭത്തിലാണ് വിറ്റത്. ലാഭത്തിൽ വിറ്റാൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? വാങ്ങിയ വിലയോട് എത്ര ലാഭമാണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. എന്ത്? എത്രയാണത്? 20. ഇത് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. നഷ്ടമാണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ വാങ്ങിയ വിലയായിട്ടുള്ള 100 എന്ത് ചെയ്യണം? 100% എന്ത് ചെയ്യണം? ആ നഷ്ടം 20 ആണെന്നുണ്ടെങ്കിൽ ആ 20 കുറയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഈ കേസിൽ എന്താണ്? ലാഭമാണ്. അപ്പം എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പം 120% എന്ത്? വിറ്റ വില. മറക്കില്ലല്ലോ, ഇത് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പം ഇനി പറ, എന്താണ് നമ്മൾ എഴുതാനുണ്ടല്ലോ? എങ്ങനെയാ? 120% എന്ന് പറയുന്നത്
ആണ് വിറ്റ വിലയെങ്കിൽ അത് എത്രയാണ് തന്നിട്ടുണ്ട്? 1200 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ്, ഒരു വാച്ച് 1200 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 120%. എന്താണ് ആ സംഖ്യയുടെ വാങ്ങിയ വിലയുടെ 120% എന്ന് പറയുന്നത് 1200 ആണ് എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എന്താണ് എഴുതേണ്ടത്? 120% 1200 ആണ്. വാങ്ങിയ വിലയാണല്ലോ കാണേണ്ടത്. വാങ്ങിയ വില 100% നമുക്കറിയാലോ, നമ്മൾ എടുക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സംഖ്യ കണ്ടുപിടിക്കണം വേണമല്ലോ. അപ്പോൾ ഇനി നോക്ക്, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നേരെ ക്രോസ് ഗുണിക്കും അല്ലേ. എന്താണ്? 1200 ഗുണിക്കണം 100. ഇനി എന്താണ്? ഇവിടെ ക്രോസ് ഗുണിക്കണം. അപ്പം എന്തുള്ളൂ? 120% ഉള്ളൂ. സംഖ്യ ഏതാണെന്ന് അറിയില്ല. അപ്പം എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 120. ഇനി ചെയ്യാമല്ലോ. എങ്ങനെയാ? ഈ പൂജ്യവും പോയി. 120/12 ചെയ്യാം. എത്രയാ? 120നെ 12 കൊണ്ട് ഹരിച്ചാൽ 10. കറക്റ്റ് അല്ലേ? ഇനി എന്താ? 10 × 100 എത്രയാണ്? 10 × 100 എത്രയാ? 1000. എന്താ 10 കൊണ്ട് ഗുണിക്കുക? ഒരു 0 ഇട്ടു അല്ലേ. ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. ഇനി ഈ മെത്തേഡ് മറക്കില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? രാജീവിന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ സുജിത്തിന്റെ പ്രായം കിട്ടും. എന്താ പറഞ്ഞിട്ടുള്ളത്? രാജീവന്റെ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ സുജിത്തിന്റെ പ്രായം കിട്ടും. സുജിത്തിന്റെ പ്രായം എത്രയാ തന്നിട്ടുണ്ട്? 24 വയസ്സാണ് തന്നിട്ടുണ്ട്. സുജിത്തിന്റെ പ്രായം 24 വയസ്സാണ് എന്ന് തന്നിട്ടുണ്ട്. ഇനിത് ഞാൻ ആദ്യം എക്സ് വെച്ചൊന്ന് പറയാം, എന്നിട്ട് എക്സ് ഇല്ലാതെ കോൺസെപ്റ്റ് വെച്ചിട്ടൊന്ന് പറയാം. അപ്പോൾ നോക്ക്, രാജീവിന്റെ പ്രായം എക്സ് ആയിട്ട് എടുക്കുക. രാജീവിന്റെ പ്രായം എന്താണ്? എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? രാജീവിന്റെ പ്രായത്തിന്റെ പകുതി, എക്സിന്റെ പകുതി എത്രയാ? x/2 ആണല്ലോ. പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ എന്താണ്? പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ എന്ത് പറഞ്ഞു? സുജിത്തിന്റെ പ്രായം കിട്ടും എന്നാ പറഞ്ഞത്. സുജിത്തിന് എത്ര വയസ്സ്? അത് 24 ആണ്. ഇത്രയേ ഉള്ളൂ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യും? x/2നെ മാത്രം അവിടെ നിർത്തി. നോക്ക്, x/2നെ മാത്രം അവിടെ നിർത്തി. 24 സമത്തിന്റെ അപ്പുറം, ഈ -6നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മൈനസ് ആണല്ലോ. അപ്പൊ സമത്തിനപ്പുറം പോകുമ്പോൾ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. +6. അതായത് x/2 എന്ന് പറയുന്നത് 30 ആണല്ലോ. x/2 എന്ന് പറയുന്നത് 30 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 30 ഗുണിക്കണം 2. കാരണം ഈ 2 മേലേക്ക് വരികയാണ്. അല്ലെ സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ്? ഛേദത്തിലുള്ള, അതായത് ഹരിക്കേണ്ടി വന്ന 2 എന്തായി? മേലേക്ക് പോയി അല്ലേ. എന്താണ്? അപ്പോൾ ഹരിക്കേണ്ടി വന്ന എന്തായി? ഗുണനത്തിലേക്ക് പോയി. 30 × 2. എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ 60. എക്സ് എന്താണ്? രാജീവിന്റെ പ്രായം. അപ്പോൾ ഉത്തരം എത്രയാണ്? 60 ആണ്. അങ്ങനെ കണ്ടുപിടിക്കാലോ. അല്ലെങ്കിൽ നോക്ക്, ഇത് ഈ എക്സ് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് തന്നെ, പക്ഷെ നമ്മൾ എക്സ് പറയാതെ നമുക്ക് കണ്ടുപിടിക്കാതെന്ന്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്ഷൻ എടുത്താൽ മതി. ആദ്യം 60 എടുത്ത്, രാജീവിന്റെ പ്രായം 60 ആയിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് എന്താണ്? അതിന്ന് പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ, അതായത് രാജീവിന്റെ പ്രായം 60 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 60ന്റെ പകുതി, രാജീവിന്റെ പ്രായം 60 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ ആദ്യം പറഞ്ഞേ? ആ പ്രായത്തിന്റെ പകുതിയിൽ നിന്ന്. അപ്പൊ രാജീവിന്റെ പ്രായത്തിന്റെ പകുതി, 60ന്റെ പകുതി എത്രയാ? 30 അല്ലേ. പകുതിയിൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? സുജിത്തിന്റെ പ്രായം കിട്ടും. സുജിത്തിന്റെ പ്രായം എത്രയാ? 24. കറക്റ്റ് ആണല്ലോ. 30 6 കുറച്ച് 24 തന്നെയാണല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം? 60 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ 60 അല്ല 54 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തേനെ? എന്താണ്? 54 ആണ് ഫസ്റ്റ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തല്ലേ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 54 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തേനെ? ആദ്യം എന്ത് ചെയ്യും? രാജീവിന്റെ പ്രായം 54 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുക്കും. 54ന്റെ പകുതി എത്രയാ? 27 ആണല്ലോ. 54ന്റെ പകുതി 27 ആണല്ലോ. ഇനി എന്താ പറഞ്ഞത്? ആ പകുതിയിൽ നിന്ന് 6 കുറയ്ക്കണം. 27 നിന്ന് 6 കുറച്ചാൽ എത്രയാ? 21 ആണ്. പക്ഷെ നമുക്ക് എന്താ അറിയാം? സുജിത്തിന്റെ പ്രായം 21 അല്ല, 24 ആണ്. അപ്പൊ എന്താണ്? 54 പറ്റില്ല. നമുക്ക് അങ്ങനെ ഓപ്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ചോദ്യം ചെയ്യാം. മനസ്സിലായല്ലോ? ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും ഈ ചോദ്യം ചെയ്യാം. വയസ്സിന്റെ പ്രോബ്ലങ്ങളെല്ലാം, പ്രായത്തിന്റെ പ്രോബ്ലങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ടെൻഷൻ ആവാനൊന്നുമില്ല. കുറച്ച് സമയം എടുക്കും ഇതിനെക്കാട്ടിലും കൂടുതൽ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 4 എത്ര പ്രാവശ്യം ആവർത്തിക്കും എന്നാ ചോദിച്ചു. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 4 എത്ര പ്രാവശ്യം ആവർത്തിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഓക്കെ ആണല്ലോ. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഏതായിരിക്കും? 4 ആയിരിക്കും. പിന്നെ ഏതായിരിക്കും? 14 ആയിരിക്കും. പിന്നെ എത്രയാ? 24. പിന്നെ 34. പിന്നെ 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 54, 54 കഴിഞ്ഞാൽ 64, 74, 84, ഇനി എത്രയാ? 94. ഇത്രയും നാലുകളല്ലേ ഉള്ളത്? എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. മനസ്സിലായല്ലോ? എത്ര 4 ഉണ്ടെന്ന് മനസ്സിലായല്ലോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. മനസ്സിലായല്ലോ? എത്ര 20 എണ്ണമാണ് ഉള്ളത്. എങ്ങനെ വന്നേ? ഇവിടെ 44 എത്ര 4 ഉണ്ട്? 2 4 ഉണ്ട്, മറക്കരുത്. എത്ര എണ്ണം ഉണ്ട്? 20 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇങ്ങനെ എഴുതിയിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ പഠിച്ചു വെക്കാം. പഠിച്ചു വെച്ചൂടെ? സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഇതൊന്ന് പഠിച്ചോ. ഇപ്പം പറയാൻ പോണൊന്ന് പഠിച്ചോ. ഇത് പഠിച്ചോളിട്ടോ, നമുക്ക് എന്തായാലും ഉപകാരത്ത് വരുന്നതാണ്. ഒന്ന് പഠിച്ചു വെച്ചോ. ആകെ 4 കാര്യങ്ങളുള്ളൂ. 2 മുതൽ 9 വരെയാണ് സംഖ്യകളെങ്കിൽ എന്താണ്? 2 മുതൽ 9 വരെ, അതായത് ഇവിടെ 4 ചോദിച്ചതിന് പകരം 2, 3, 4, 5, 6, 7, 8, 9 ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 20 തവണ തന്നെ ആവർത്തിക്കും. 2 മുതൽ 9 വരെയുള്ള സംഖ്യകളാണെങ്കിൽ അത് 20 തവണ തന്നെ എന്ത് ചെയ്യും? ആവർത്തിക്കും. മറക്കില്ലല്ലോ, 20 തവണ. ഏതൊക്കെ? 2 മുതൽ 9 വരെ. ഇനി ഒന്ന് നോക്ക്, 1 എത്ര തവണ ആവർത്തിക്കും? പഠിക്കണ്ടേ? 1 21 തവണ ആവർത്തിക്കും. കാരണം ഇവിടെ വരെ എത്തിയിട്ട് 91 വരെ വന്നിട്ട് ഒരു സാധനം കൂടി ഉണ്ട്, 100 വരെ എന്നല്ലേ പറയുന്നത്. ഈ 1 മറക്കണ്ട, അതാണ് 21 ആവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? 2 മുതൽ 9 വരെ ഉള്ള സംഖ്യകൾ എത്ര തവണ ആവർത്തിക്കും? 20 തവണ ആവർത്തിക്കും. 1 21 തവണ ആവർത്തിക്കും. മറക്കണ്ട. ഓക്കെ ആണല്ലോ? എങ്കിൽ 0 11 തവണ ആവർത്തിക്കും. എത്രയാണ്? 0 11 തവണ ആവർത്തിക്കും. ഏതൊക്കെയാ? 10, 20, 30, 40, 50, 60, 70, 80, 90, 100-ലെ 2 0. ഓക്കെ ആണല്ലോ? അങ്ങനെ 11 തവണ. ഇത് പഠിച്ചു വെച്ചാൽ ഇത്ര എഴുതണ സമയം ലാഭമാണ്. സമയലാഭമാണ് പരീക്ഷയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലേ? ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? സമയമാണ്. നമുക്കറിയാം. ചെയ്യാൻ അറിയാഞ്ഞിട്ടും കാര്യമുണ്ടോ? ചെയ്യാൻ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, സമയം വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് പഠിച്ചോ. 2 മുതൽ 9 വരെയുള്ള സംഖ്യകളാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ എത്ര തവണ ആവർത്തിക്കും? 20 തവണ ആവർത്തിക്കും. 1 ആണെങ്കിലോ? 21 തവണ ആവർത്തിക്കും. 0 ആണെങ്കിലോ? 11 തവണ ആവർത്തിക്കും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. എ എന്ന് പറയുന്നത് പ്ലസ് ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് ആണ്, സി എന്ന് പറയുന്നത് ഹരണമാണ്, ഡി എന്ന് പറയുന്നത് ഗുണനാണ്. അങ്ങനെയെങ്കിൽ 18A, 12C, 6D, 2B, 5 എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് എഴുതാലോ. അപ്പം 18A എന്ന് പറയുന്നത് എന്താ? പ്ലസ് ആണല്ലോ. അപ്പോൾ 18 + 12. അത് കഴിഞ്ഞിട്ട് ഏതാ? സി ആണല്ലേ. സി എന്താ? ഹരണമാണ്. അപ്പോൾ അടുത്തത് ഏതാ? 6 അല്ലേ. ഇനി എന്താണ്? ഡി എന്താ? ഗുണനമാണ്. ഗുണിക്കണം 2. ഇനി എന്താ? ബി എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കണം 5. അതുപോലെ എഴുതിയല്ലോ. ഇപ്പൊ നമുക്ക് എന്താണ്? ഇതെന്തായി? ബോർഡ് മാസമായി അല്ലേ? ബോർഡ് മാസമാണ് ഇപ്പൊ കിട്ടിയേക്കണേ. നമുക്കറിയാം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. ഇനി ഏതാ ഉള്ളത്? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണമാണ്. ഹരണം എവിടെ? ഇതാക്കുന്നു നോക്കൂ. 12 ഹരിക്കണം 6. എത്ര? 12നെ 6 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? ഇനി നോക്ക്, ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കാനാണ് അല്ലേ? ഗുണിക്കാൻ ഏതാ ഉള്ളത്? ഇതാക്കുന്നത് 2 ഗുണിക്കണം 2.
അത് ചെയ്താൽ എത്ര കിട്ടുക? 4 അല്ലേ? 2 ഗുണിക്കണം 2 ചെയ്തല്ലോ, 4 കിട്ടിയല്ലോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 18 + 4 കുറയ്ക്കണം 5. ഇത്ര ആയല്ലോ. ഇനി നമുക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. കൂട്ടാനും കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? നമ്മൾ ആദ്യം 18 4 22. 22ൽ നിന്ന് 5 പോയാൽ എത്രയാ? 17. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 17 ആണ്. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. മിനിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് രേണുകയുടെ അമ്മ എങ്കിൽ മിനിയുടെ ഭർത്താവിന് രേണുകയോടുള്ള ബന്ധം എന്ത്? എങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യം ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന മിനിയുടെ അച്ഛൻ എന്നാണ് പറഞ്ഞത്. അപ്പം മിനി എടുത്തു. ഇനി എന്നാ? മിനിയുടെ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് രേണുകയുടെ അമ്മ. മിനിയുടെ അച്ഛൻ അല്ലേ? മിനിയുടെ അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് രേണുകയുടെ അമ്മ. ഒരേ ഒരു മകളാണ്. അതായത് മിനിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ മിനി തന്നെയല്ലേ? അതാരാണ്? രേണുകയുടെ അമ്മയാണ്. അപ്പം മിനിയുടെ മകളാണ് ആര്? രേണുക. രേണുകയുടെ അമ്മ ആരാണ്? മിനിയാണ്. മനസ്സിലായല്ലോ? അപ്പം ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മിനിയുടെ ഭർത്താവിന് രേണുകയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു. മിനിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ രേണുക ആരാണ്? മിനിയുടെ മകളാണ്. രേണുകയുടെ ആരാണ്? മിനി അമ്മയാണ്. അപ്പം മിനിയുടെ ഭർത്താവ് ആരായിരിക്കും? അച്ഛനായിരിക്കും അല്ലേ? അച്ഛനായിരിക്കും. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. നല്ലൊരു ചോദ്യമാണ്. 5, 8, 16, 19, 38, 41. 5, 8, 16, 19, 38, 41. അടുത്തത് ഏതാണ്? അതാണ് അല്ലേ? നമുക്ക് അടുത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് എടുത്തെഴുതാം. 5, 8, 16, 19, 38, 41. അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ എന്താണ് ആദ്യം? 5 + 3 എന്ത്? 8. 5 + 3 എന്ത്? 8. അതിനുശേഷം എന്ത് ചെയ്തു? 8നെ 2 കൊണ്ട് ഗുണിച്ചു. അതായത് 8ൻ്റെ ഇരട്ടി എടുത്തു. അതാണ് 16. ഓക്കെ ആണല്ലോ? ആദ്യം ഒരു +3 ചെയ്തു. പിന്നെ രണ്ടാമത്തെ 8നെ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു. ഇനി ഇവിടെ നോക്ക്, ഈ 16ൻ്റെ കൂടെ എന്ത് ചെയ്തു? 3 കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 19 കിട്ടി. ഇനി നോക്ക്, 19 38 ആവാൻ എന്ത് ചെയ്തത്? 19നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പം മനസ്സിലായി നമുക്ക് അല്ലേ? എന്താണ്? ആദ്യം ഒരു 3 കൂട്ടുക, പിന്നെ അതിനെ ഇരട്ടി എടുക്കുക. അടുത്ത എന്ത് ചെയ്യും? അടുത്ത 3 കൂട്ടുക, പിന്നെ അടുത്ത എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ 3 തന്നെയാണ് കൂട്ടി വയ്ക്കണത് അല്ലേ? 38ന്ന് 3 കൂട്ടിയാൽ 41 അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇരട്ടി എടുക്കണം അല്ലേ? 41ൻ്റെ ഇരട്ടി 41 ഗുണിക്കണം 2 എത്രയാ? 82 നമ്മുടെ ഉത്തരം. വിട്ടുപോയത് 82. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരു കോഡ് ഭാഷയിൽ ക്രിക്കറ്റിനെ FULFNHW എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ എങ്ങനെ എഴുതും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ക്രിക്കറ്റ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? FULFNHW എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചത്? ഫുട്ബോളിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഫുട്ബോളിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ സി എന്താണ്? CF ആവുകയാണ് ചെയ്തത് അല്ലേ? CF ആവാൻ എന്താ ഉണ്ടായത്? അവിടെ CF ആവാൻ എന്താ ഉണ്ടായത്? ABC കഴിഞ്ഞിട്ട് DEF എന്താണ്? 3 കൂടി അല്ലേ? നോക്ക് 6 നോക്ക്. 6 കഴിഞ്ഞാൽ STU അവിടെ എന്താ? 3 കൂടിയത്. അടുത്ത് നോക്കൂ. I കഴിഞ്ഞാൽ JKL അവിടെ എന്താണ്? 3 കൂടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്ത്? എല്ലാം 3 വെച്ചിട്ടാണ് കൂടുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇവിടെ നോക്ക്, T കഴിഞ്ഞാൽ എന്താ? T കഴിഞ്ഞാൽ UVW അവിടെയൊക്കെ എന്താണ്? 3 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ എന്തായിരിക്കും? 3 വെച്ചിട്ട് കൂടണ്ടേ? ABCD എഴുതിയിട്ട് 3 വെച്ച് കൂടണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F എന്താവും? F കഴിഞ്ഞാൽ ഏതാവും? F കഴിഞ്ഞാൽ I ആവും അല്ലേ? ABCDEFGHI. അപ്പോൾ 3 കൂടിയാൽ എന്താവും? I ആവും. ഓക്കെ ആണല്ലോ? ഇനി O എന്താവും? O എന്താവും? R ആവും അല്ലേ? MNOPQR അവിടെ എന്താണ്? 3 കൂട്ടി. അപ്പോൾ ഇനി എന്താണ്? O എന്താ? അതും 6 തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഓപ്ഷനിൽ നോക്ക്, 3 R ഉള്ളത്. 3 എണ്ണത്തിലും 3 R ഉണ്ട് അല്ലേ? 3 എണ്ണത്തിലും 3 R ഉണ്ട്. ഇത് മാത്രമല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത നോക്കുകയാണ്, T നോക്കുകയാണ്. T അപ്പം എന്താവും? TW ആവും. T എന്താവും? W ആവും. അപ്പോൾ അത് നോക്കിയപ്പോഴോ ഇതിൽ എന്താണ്? അത് W അല്ല, ഇതിൽ W അല്ല. ഇതേതാ? നമ്മുടെ ഉത്തരം ഏതാ? അപ്പോൾ ഓപ്ഷൻ A ആണല്ലോ. സിമ്പിൾ ചോദ്യമാണല്ലോ. പക്ഷെ എന്താണ്?
ഇത് പ്രോബ്ലംസ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് പരിചയം ഉണ്ടെങ്കിലേ പെട്ടെന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി വെക്കാം ABCD അങ്ങനെ നമ്മൾക്ക് എഴുതി വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ എന്തായാലും എന്താ അറിയണം, നമുക്കിത് ചെയ്ത് പരിചയം ഉണ്ടെങ്കിലേ ഈ മെത്തേഡുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ തുടങ്ങും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു വരിയിൽ അപ്പുവിൻ്റെ റാങ്ക് മുകളിൽ നിന്നും 19 ആണ്, അമ്മുവിൻ്റെ റാങ്ക് താഴെ നിന്ന് 22 ആണ്. അവർക്കിടയിൽ 5 റാങ്കുകാർ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വരച്ചു നോക്കാമല്ലോ. എങ്ങനെ, ആദ്യം എന്താണ്, മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 19 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ റാങ്കാ? അപ്പുവിൻ്റെ റാങ്കാ. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മുവിൻ്റെ റാങ്ക് താഴെ നിന്ന് 22 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ നിന്ന് 22 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എന്ത്, അവർക്കിടയിൽ 5 റാങ്കുകാരുണ്ട് എന്ന്. അപ്പോൾ അവർക്കിടയിൽ എത്ര പേരുണ്ട്? 5 പേരുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് 3ഉം നേരിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ എന്താണ്, 19 കൂട്ടണം 22 കൂട്ടണം 5 ചെയ്താൽ പോരെ. 19 കൂട്ടണം 22 കൂട്ടണം 5 എത്രയാണ്? 46 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ചോദ്യമാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം, രാജു വടക്കോട്ട് 20 കിലോമീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 30 കിലോമീറ്റർ പോയി. പിന്നീട് വലത്തോട്ട് 35 കിലോമീറ്റർ പോയി. അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ പോയി. പിന്നീട് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ കൂടി പോയി എങ്കിൽ രാജു യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം എന്ത്, ദിശാബോധം ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് എന്താണ്, മേലെയുള്ളത് വടക്കാണ്, താഴെയുള്ളത് തെക്കാണ്, ഇവിടെ കിഴക്കാണ്, ഇവിടെ പടിഞ്ഞാറാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. നിങ്ങൾ എന്തായാലും അത് ചെയ്ത് നോക്കണം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വില കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 26 കുറയ്ക്കണം 24 ഹരിക്കണം 4 കൂട്ടണം 9 ഹരിക്കണം 3 ഗുണിക്കണം 2. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ബോർഡ് മാസമാണ് ചോദ്യം അല്ലേ, ബോർഡ് മാസമാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യം ഒന്ന് എടുത്തെഴുതുന്നുണ്ട്. 26 കുറയ്ക്കണം 14 ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, ഹരിക്കണം 4 പ്ലസ് 9 ഹരിക്കണം 3 ഗുണിക്കണം 2. ബോർഡ് മാസിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ, ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് അതാദ്യം ചെയ്യുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അതാദ്യം ചെയ്യുക. അതാണ് നമ്മുടെ റൂള്. അപ്പോൾ നോക്ക്, 26 14 പോയാൽ എത്രയാണ്? 26 14 പോയാൽ 12 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ ചെയ്ത് തീർന്നു. അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഓഫ് ഉണ്ടോ? ഇല്ല. ഇനി എന്താ, ഓഫ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് എന്നാണ് എഴുതുക കേട്ടോ. ഓഫ് ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇനി ഡിവിഷൻ ആണുള്ളത്, ഹരണമാണുള്ളത്. അപ്പോൾ ഹരണം ഏതാ? ഇതാക്കുന്നു 2 ഹരണമുണ്ട് അല്ലേ. ഒരു ഹരണം എന്താ, 12 ഹരിക്കണം 4. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3 അല്ലേ. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ 9 ഹരിക്കണം 3 എത്ര കിട്ടുക? അതും എത്രയാ? 3 തന്നെയാണ്. ഓക്കെ ആണല്ലോ. നമുക്കിപ്പോൾ എന്തായി, 3 കൂട്ടണം 3 ഗുണിക്കണം 2 എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി എന്തുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമുണ്ട്. 3നെ 2 കൊണ്ട് ഗുണിക്കണ്ടേ? എത്രയാണ്? 6 ആണ്. അപ്പോൾ എന്താണ് ഉത്തരം? 3 കൂട്ടണം 6 എത്രയാണ്? 9 ആണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ ചോദ്യമാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ ചെയ്യാൻ. അടുത്ത ചോദ്യം നോക്കാം. 12,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു TV 2,400 രൂപ നഷ്ടത്തിനു വിറ്റാൽ നഷ്ടശതമാനം എത്ര? ഡയറക്റ്റ് ചോദ്യമാണ്. ചോദിച്ചേക്കുന്നത് എന്ത് കാണാനാ? നഷ്ടശതമാനം കാണാനാണ് പറഞ്ഞത്. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം ഹരിക്കണം എന്ത്? വാങ്ങിയ വില ഗുണിക്കണം എന്താ? 100. ശതമാനത്തേക്ക് ആക്കണ്ടേ? ഇതറിയാലോ. നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? 2,400 രൂപ നഷ്ടത്തിനാണ് വിറ്റേന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2,400 ഹരിക്കണം ഇതാക്കുന്നത് വാങ്ങിയ വില എത്രയാ? 12,000. 12,000 ഗുണിക്കണം 100. 2 0 വെട്ടി. ഇവിടെ എന്ത് ചെയ്തു? 2 0 വെട്ടി. ഇനി നോക്ക്, 1 0 വെട്ടി, ഇവിടെ 1 0 വെട്ടി. ഇതാ 240/12. 240/12 എത്രയാണ്? വെട്ടി ചെറുതായി കൂടെ എത്രയാണ്? 20 ആണെന്ത്?
ഉത്തരം എത്രയാണ്? ഉത്തരം 20%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? പഠിക്കണം. നഷ്ടശതമാനം എന്താണ്? നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണിക്കണം 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാഭശതമാനം എന്താ? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഗുണിക്കണം 100. ആ നഷ്ടവും ലാഭവും മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 5ന്റെ 80% 4, എന്നാൽ 4ന്റെ എത്ര ശതമാനമാണ് 5? ഈ സാധനം തരുന്നത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 5ന്റെ 80% 4, എന്നാൽ 4ന്റെ എത്ര ശതമാനമാണ് 5 എന്ന് ചോദിക്കുമ്പോൾ നമ്മളിവിടെ 80% എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതലൊരു ഓപ്ഷനിൽ എന്തായിരിക്കും? 120% എന്നായിരിക്കും. ഒരു ഓപ്ഷൻ 120% എന്നായിരിക്കും. ഇവിടെ എന്താണ്? 20 കുറവ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? 20 കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് പോയി 120 അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അതല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കണം. എന്ത്? 5ന്റെ 80% 4. അങ്ങനെയാണെങ്കിൽ 4ന്റെ എത്ര ശതമാനമാണ് 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനറിയാം? നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്ത്? 4 ഗുണിക്കണം 4ന്റെ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ ശതമാനം നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x/100 എന്ന് പറയുന്നതാണ് എന്ത്? 5 അല്ലേ? എക്സ് എന്താണ്? ശതമാനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 4 ഗുണിക്കണം x/100 എന്ന് പറയുന്നതായിരിക്കും എന്ത്? 5. ഓക്കെ ആണല്ലോ? നമുക്കിത് എന്താ വേണമെങ്കിൽ ഇവിടെ തന്നെ വെട്ടിച്ചെറുതാക്കാം, അല്ലെങ്കിൽ സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോയിട്ട് വെട്ടിച്ചെറുതാക്കാം. നമുക്ക് എന്ത് ചെയ്യാം? സമത്തിൻ്റെ അപ്പുറം കൊണ്ടുപോയിട്ട് വെട്ടിച്ചെറുതാക്കാം. ഞാൻ ഈ എക്സിനെ മാത്രം ഇവിടെ നിർത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് സമം ഈ 5 ഇവിടെ ഉണ്ടല്ലോ, ഈ 100 ഡിവൈഡഡ് ബൈ ആണ്, ഹരിക്കണം 100 ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും? ഗുണിക്കണം 100 ആകും. ഈ 4 ഇവിടെ ഗുണിക്കണം എക്സ് എന്നാണ്, ഗുണിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴോ, സമത്തിൻ്റെ അപ്പുറം പോകുമ്പോഴോ നേരെ താഴേക്ക് വരും, ഹരിക്കണം 4 എന്നാവും. ഇനി എന്താ? വെട്ടാം. 4 100 വെട്ടിയാൽ എത്ര? 25. ഉത്തരം 5 × 25 125%. എക്സ് എന്ന് പറയുന്നത് 125%. ഇനി നോക്ക്, ഇത്രയും ദൂരം ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെട്ടായിരുന്നു. എങ്ങനെ? 4 ഗുണിക്കണം x/100 ഇല്ലേ? അപ്പോൾ ഇവിടെ തന്നെ വെട്ടിയിട്ട് എന്ത് ചെയ്യാം? x/25 = 5 ആണ്. അതായത് x/25 = 5 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? 5 ഗുണിക്കണം 25 ആയിരിക്കും. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെട്ടാം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വെട്ടാം അല്ലേ? ഹരണവും ഗുണനം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഏത് ഭാഗത്തു നിന്ന് നമുക്ക് വെട്ടാൻ പറ്റും. അത് അറിഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം, 125%. നിങ്ങൾക്ക് തെറ്റരുത്. 5ന്റെ 80% 4 എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കണ്ടേ? 4ന്റെ എത്ര ശതമാനമാണ് 5 എന്നുള്ളതിനാണ്. ആ രണ്ടാമത്തെ പാർട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം x ശതമാനമാണ് എന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 4ന്റെ x ശതമാനം എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം x/100. അതെത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് വെട്ടിച്ചതാക്കിയപ്പോൾ x/25 എന്ന് പറയുന്നത് 5 ആയിട്ട് മനസ്സിലായി. അപ്പോൾ x എത്രയാണ്? 5 ഗുണിക്കണം 25. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 3 1/2 കൂട്ടണം 1 1/4 കൂട്ടണം 2 1/3 എത്രയാണെന്നാണ് അല്ലേ? മിശ്രഭിന്നങ്ങൾ കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് എടുത്ത് എഴുതുകയാണ്. 3 1/2 കൂട്ടണം 1 1/4 കൂട്ടണം 2 1/3. ചെയ്യാലോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണസംഖ്യകൾ 3 കൂട്ടി 3 + 1 + 2 എത്രയാ? 3 1 4 4 2 6. അതവിടെ നിൽക്കട്ടെ. പൂർണ്ണസംഖ്യകൾ മൊത്തം കൂട്ടി 6 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യും? ഭിന്നസംഖ്യകൾ മാത്രം സെപ്പറേറ്റ് കൂട്ടും. ഏതൊക്കെയാ? 1/2 1/4 1/3. നമുക്കറിയാം എന്ത്? ഇതിൻ്റെ LCM കണ്ടിട്ട് ചെയ്യാനറിയാം അല്ലേ? 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/3 LCM കണ്ടിട്ട് ചെയ്യാനറിയാം. എത്രയാണ്? 2 3 4. നമ്മൾ ഛേദങ്ങളുടെ LCM എടുക്കുകയാണ്. ഛേദങ്ങളുടെ LCM എടുത്താൽ 2 കൊണ്ട് ചെയ്യാം അല്ലേ? 2 കൊണ്ട് ചെയ്താൽ 1 3. ഇവിടെ എത്രയാ? 2. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? നേരിട്ടെല്ലാം ഗുണിക്കുകയാണ് അല്ലേ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 2. 2 ഗുണിക്കണം 3 ഗുണിക്കണം 2 എത്രയാ? 12 അല്ലേ? 2 ഗുണിക്കണം 3 6. 6 ഗുണിക്കണം 2 12 ആണ് നമ്മുടെ LCM. അപ്പോൾ നമ്മുടെ ഛേദം എന്തായിട്ട് വരും? നമ്മുടെ ഛേദം എന്തായിട്ട് വരും? 12 ആയിട്ട് വരും. മേലെയുള്ളത് അപ്പം എന്ത് ചെയ്യണം? മേലെ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ ചെയ്യുന്നത്? ഭിന്നസംഖ്യ 1/2 ഗുണിക്കണം ഏതാ? LCM കൊണ്ട് ഗുണിക്കണം അല്ലേ? പ്ലസ് ഈ പ്ലസ് അതേപോലെ താഴേക്ക് ഇറക്കി എഴുതാം. ഇനി എന്താ? 1/4 ആണ്. അതിനെന്ത് കൊണ്ട് ഗുണിക്കണം? 12 കൊണ്ട് ഗുണിക്കണം, കൂട്ടണം. ഇനി എന്താണ്? ഈ 1/3 അതേപോലെ എഴുതുക. ഇനി എന്താ? ഗുണിക്കണം ഏതാ? LCM തന്നെ 12 സമം. ഇനി വെട്ടിച്ചെറുതായി കൂടെ
2ഉം 12ഉം വെട്ടാലോ എത്രയാ 6. അതുപോലെ 4ഉം 12ഉം വെട്ടാലോ എത്രയാ 3. ഇനി എന്താ 3ഉം 12ഉം വെട്ടാലോ എത്രയാ 4. അപ്പോൾ കൂട്ടിയാൽ എന്താ 6 കൂട്ടണം 3 കൂട്ടണം 4 ഡിവൈഡഡ് ബൈ 12. ചെയ്താൽ എത്ര വരിക 6 3 9 9 4 13/12 എന്ന് വരും. ഇനി എന്ത് ചെയ്യും 13/12 നമുക്ക് എന്താക്കണം മിശ്രഭിന്നാക്കണം അല്ലേ. 13/12 മിശ്രഭിന്നാക്കിയാൽ ഒരു 12 12 ആ 12 ഇറക്കി എഴുതി ശിഷ്ടം 1. അതെങ്ങനെ എഴുതാം നമുക്കപ്പോൾ 1 ഹരണഫലം ആദ്യം എടുത്ത് എഴുതി. ഇനി എന്താ ഈ 1 അതായത് ശിഷ്ടം മേലെ എഴുതി അംശമായിട്ട് ഹരിച്ച സംഖ്യ 12. ഇതല്ലേ നമ്മുടെ ഉത്തരം. അപ്പോൾ ഇനി നോക്ക് നമുക്കിവിടെ ഒരു 6 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത് 6 കൂട്ടണം 1 1/2 ആണ്. അപ്പോൾ എന്ത് ചെയ്യും 6 1 കൂട്ടി 7 1/2 നമ്മുടെ ഉത്തരം. ഏതാ ഉത്തരം? സോറി 1/12 7 1/12 ആണ്. തെറ്റരുത് 7 1/12 ആണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ 7 1/12. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2/3 പകുതി എത്ര എന്നാണ് ചോദിച്ചേക്കണേ. 2/3 പകുതി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം? 2/3 2 കൊണ്ട് ഹരിക്കാനാണല്ലോ. 2/3 2 കൊണ്ട് ഹരിക്കാനാണല്ലോ. ഇങ്ങനെ ഹരിക്കുക അല്ലെങ്കിൽ എങ്ങനെ എഴുതും? നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ. 2 കൊണ്ട് ഹരിക്കാനാണല്ലോ. നമുക്കറിയാം എന്താണ് 2 എന്ന് പറഞ്ഞാൽ എന്താ 2/1 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സംഖ്യയെ ഭിന്നസംഖ്യയെ ഹരിക്കാൻ എന്ത് ചെയ്യും? തിരിച്ചിട്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2/3 ഗുണിക്കണം. ഇത് നേരെ തിരിച്ചു വന്നാലോ 2/1 തിരിച്ചു വന്നാലോ 1/2. ഓക്കെ. അപ്പോൾ ഈ 2 വെട്ടിപ്പോയല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 1/3. നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ഞാൻ ഒന്നും കൂടിയും പറയാം. എന്താ ചെയ്തത്? 2/3 പകുതി എന്ന് പറഞ്ഞാൽ 2/3 ഹരിക്കണം 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെറും 2 ആണോ? അല്ല, 2/1 ആണ്. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2/3 ഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഗുണിക്കണം. എന്താണ് ഇതിൻ്റെ വിൽക്രമം? എത്രയാണ്? 2/1 വിൽക്രമം എത്രയായിരിക്കും? 1/2. ഈ 2 വെട്ടിപ്പോയി. അപ്പോൾ ഉത്തരം എത്ര? 1/3. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണല്ലോ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 1/9/16 വർഗ്ഗമൂലം എത്ര? നേരെ ചെയ്യാൻ പറ്റുമോ? 1ന്റെ വർഗ്ഗം എടുക്കുക, അതേമാതിരി 9ന്റെ വർഗ്ഗം എടുക്കുക, 16ന്റെ വർഗ്ഗം എടുത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മുടെ ചോദ്യം 1/9/16 വർഗ്ഗമൂലം എത്ര എന്നാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1/9/16 അതായത് 1/9/16 നമ്മൾ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യ ആക്കണം. ഏത്? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യും? 1 ഗുണിക്കണം 16 എത്രയാ? 16 + 9 ഡിവൈഡഡ് ബൈ ആ 16 തന്നെ. ഛേദം തന്നെ എഴുതും അല്ലേ. ഓക്കെ. അപ്പോൾ എത്രയാണ്? 25/16. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനു പകരം 25/16 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ? ശരിക്കും എന്താ 1 + 9/16 എന്നാണ് 1/9/16 എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. എന്താണ് 1/9/16 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 9/16 ആണ്. പ്ലസ്സോ മൈനസോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് റൂട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി? അതിനെ ഭിന്നസംഖ്യ ആക്കി. അപ്പം എന്താ? ഹരണം എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. 25ന്റെ റൂട്ട് എത്രയാ? 5. അതുപോലെ 16ന്റെ റൂട്ട് എത്രയാ? 4. കറക്റ്റ് ആണല്ലോ. 5/4 ഓപ്ഷനിലുണ്ടോ? ഇല്ല. അതൊക്കെ എന്താ? മിശ്രഭിന്ന രൂപത്തിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മിശ്രഭിന്നാക്കണം 5/4. 5നെ 4 കൊണ്ട് ഹരിക്കുക എന്നല്ലേ അതുകൊണ്ട് അർത്ഥാക്കുന്നത്. 5നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 4 4 ശിഷ്ടം 1 കിട്ടി. അപ്പം എന്തായി? 5/4 നമുക്ക് എങ്ങനെ എഴുതാം? ഹരണഫലം 1. പിന്നെ എന്തെഴുതും? ശിഷ്ടം എന്തായിട്ട് എഴുതും? അംശമായിട്ട് എഴുതും. ഛേദം എന്തായിട്ട് എഴുതും? 4 എന്തായിട്ട് എഴുതും? ഛേദമായിട്ട് തന്നെ എഴുതും. സോറി, ഹരിച്ച സംഖ്യ അതായത് 4 എന്താണ്? ഛേദമായിട്ട് തന്നെ എഴുതും. 1 1/4 ആണ് നമ്മുടെ ഉത്തരം. ഏതാ ഉത്തരം? ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, 1 3/4. എന്താണ്? ഇവരെ 1ന്റെ റൂട്ട് എടുത്തു, 9ന്റെ റൂട്ട് എടുത്തു, 16ന്റെ റൂട്ട് എടുത്താണ് എഴുതിയേക്കണേ ഫസ്റ്റ് ഓപ്ഷൻ. അതാ പോയി അടിക്കരുത്. എങ്ങനെ ചെയ്യണം? ആദ്യം വിഷമ ഭിന്നാക്കണം, എന്നിട്ട് അതിൻ്റെ റൂട്ട് ഡയറക്റ്റ് എടുത്താൽ മതി. സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ തെറ്റിക്കരുത്. അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം നോക്കൂ. 25 × 25 എന്ന് പറഞ്ഞാൽ 625 ആയാൽ 0.25 സ്ക്വയർ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്? 25 × 25 എന്ന് പറഞ്ഞാൽ എന്താ? 25 സ്ക്വയർ ആണല്ലോ. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.25 സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം സ്ക്വയർ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. എന്ത് ചെയ്യുക? ആദ്യം 25ന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതുക. എത്രയാണ് 25ന്റെ സ്ക്വയർ? 625. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഇവിടെ എത്ര സ്ഥാനം ദശാംശ സംഖ്യകളുണ്ട്? അതായത് ദശാംശ സ്ഥാനം എത്ര എണ്ണം മാറിയിട്ടാ? 1 2. സ്ക്വയർ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ വർഗ്ഗം എടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ ഇരട്ടി എടുക്കണം. ഇവിടെ എത്ര? 2 സ്ഥാനമാണുള്ളത്. അപ്പൊ എത്ര എടുക്കണം? ഇരട്ടി എടുക്കണം. 2ന്റെ ഇരട്ടി 4 സ്ഥാനം. 1 2 3 4 സ്ഥാനം മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പോയിന്റ് ഇടാൻ. അപ്പൊ ഈ 4ാമത്തെ സ്ഥാനത്ത് ആര് വരും? 0 വരും. ഓക്കെ ആണല്ലോ. 0.0625 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ എന്താണ് ചെയ്തത്? ആദ്യം 0.25ന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 25ന്റെ സ്ക്വയർ, അതായത് ഇവിടെ പോയിന്റ് അല്ലാത്ത സംഖ്യ ഏതാ? 25 അല്ലേ? ആ 25ന്റെ സ്ക്വയർ 625 എഴുതി, 625 എഴുതി. ഇനി നോക്കി എത്ര സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? അല്ലെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ എത്ര? 2 ആണ്. സ്ക്വയർ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? 2ന്റെ ഇരട്ടി എടുക്കണം. സ്ക്വയർ അല്ല, ഇരട്ടിയാണ് എടുക്കേണ്ടത്, മറക്കരുത്. ഓക്കെ ആണല്ലോ. സ്ക്വയർ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണ്ടേ? ഇരട്ടിയാണ് ഇവിടെ എടുക്കേണ്ടത് ദശാംശ സ്ഥാനങ്ങളുടെ. അപ്പൊ എന്ത് ചെയ്യും? 4 ആണ് കിട്ടുക. 2 × 2 4 ആണ് കിട്ടുക. അപ്പൊ 4 സ്ഥാനം മാറ്റണം. 1 2 3 4. 4ാമത്തെ സ്ഥാനത്ത് ആളില്ല, ഒരു 0 കൊടുത്തു, പോയിന്റ് ഇട്ടു. ഓക്കെ ആണല്ലോ. 0.0625 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. 5 × 8 = 20, 3 × 10 = 15, 7 × 6 = 21 എങ്കിൽ 2 × 9 എത്രയാണെന്നാ ചോദിച്ചേക്കണേ അല്ലേ? ഇത് നേരെ 5 × 8 20 ആണോ വരിക? 40 ആണ് വരിക അല്ലേ? അപ്പൊ ഇതിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്ക്. 3 × 10 30 ആണ് വരിക. പക്ഷെ ഇവിടെ എത്രയാ? 15. 7 × 6 എത്ര വരിക? 42 വരിക. പക്ഷെ ഇവിടെ എത്രയാ? 21. അങ്ങനെയാണെങ്കിൽ 2 × 9 എത്ര വരിക? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും. എന്താ ചെയ്തിട്ടുള്ളത്? 8 5 40, അതിന്റെ പകുതിയാണ് എന്ത്? 20. 3 × 10 30, അതിന്റെ പകുതിയാണ് 15. 7 × 6 42, അതിന്റെ പകുതിയാണ് 21. അങ്ങനെയാണെങ്കിൽ 2 × 9 18, 18ന്റെ പകുതി എത്രയാണ്? 9. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു എങ്കിൽ അയാളുടെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആകും? ചോദ്യം എന്താണ്? ഒരാൾ 5 മിനിറ്റിൽ 700 മീറ്റർ ദൂരം പിന്നിടുന്നു എങ്കിൽ അയാളുടെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആകും എന്നാ ചോദിച്ചേക്കണേ. ഈ ചോദ്യം നമുക്ക് 2 രീതിയിൽ ചെയ്യാം. കാരണം നമുക്കറിയാം വേഗത എത്രയാണ്. വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദൂരം ബൈ സമയമാണ് എന്ത്? വേഗത കാണാനുള്ള ഇക്വേഷൻ. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ദൂരം തന്നിട്ടുണ്ട്. എന്ത്? 700 മീറ്റർ. ദൂരം എത്രയാണ് തന്നിട്ടുള്ളത്? 700 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളതോ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാ. വേഗത കിലോമീറ്റർ പെർ ഹവറിൽ എത്ര എന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനെ കിലോമീറ്ററും ഇതിനെ അവറും ആക്കാം. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം മീറ്റർ പെർ സെക്കൻഡിലേക്ക് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാലോ. അങ്ങനെ ചെയ്തു നോക്കാം നമുക്ക്. ദൂരം 700 മീറ്റർ. അപ്പം മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 700നെ തന്നെ എഴുതിയാൽ മതി. ഹരിക്കണം. ഇനി നോക്ക്, സമയം 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ആണ്. നമുക്ക് വേണ്ടത് എന്തിലാ? സെക്കൻഡിലല്ലേ വേണ്ടത്. മേലെ മീറ്റർ ആണെങ്കിൽ താഴെ സെക്കൻഡ് ആണല്ലോ വരേണ്ടത്. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മേലെ മീറ്റർ ആണെങ്കിൽ താഴെ സെക്കൻഡ് ആയിരിക്കണം, മേലെ കിലോമീറ്റർ ആണെങ്കിൽ താഴെ മണിക്കൂർ ആയിരിക്കണം. അതല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 5 മിനിറ്റ് ആണ്. പക്ഷേ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ
1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുകളാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡുകളാണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഗുണിക്കണം 60 സെക്കൻഡുകളാണ്. ഓക്കെ ആണല്ലോ. 5 ഗുണിക്കണം 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 6 5 30. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 700 ഡിവൈഡഡ് ബൈ 300 എന്ന് എഴുതാമല്ലോ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. 7/3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഉത്തരത്തിയോ? ഇല്ല, ഉത്തരത്തില്ല. ഇതിനി ഹരിച്ച് ചെയ്യാൻ നിൽക്കണ്ട, നമുക്കൊരു പണി കൂടി ചെയ്യാനുണ്ട്. എന്താണ്? ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടിയേക്കണത്. എന്താക്കണം? കിലോമീറ്റർ പെർ ഹവറിലേക്ക് നമ്മൾ മാറ്റണ്ടേ? മാറ്റാൻ എന്താ നമ്മൾ ചെയ്യണ്ടേ? ഗുണിക്കണം. ഏതുകൊണ്ട് ഗുണിക്കണം? 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ 18/5 കൊണ്ടാണ് ഗുണിക്കുന്നത്. ഇനി നോക്ക്, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തുകൊണ്ടായിരുന്നു ഗുണിച്ചേനെ? 5/18 കൊണ്ടാണ് ഗുണിച്ചത്. അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കണം. എന്തായാലും ചെയ്ത് നോക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതാണ്. അതെന്തായാലും ചെയ്തിട്ടേ നിങ്ങൾ ഇതിലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാൻ പറ്റും? വെട്ടിച്ചെറുതാക്കാം അല്ലേ? വെട്ടിച്ചെറുതാക്കാം. നോക്ക്, 3 6 18 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 7 42/5 എന്ന് കിട്ടി. 42/5 എന്ന് കിട്ടിയല്ലോ. 5 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ, ഒരു സംഖ്യേനെ 5 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യേനെ 5 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. ഇതിലിപ്പോൾ എന്താ? 42നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരമായി. 42നെ 5 കൊണ്ട് ഹരിക്കാൻ, അല്ലെങ്കിൽ ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക. എത്രയാ? 42ന്റെ ഇരട്ടി എത്രയാ? 84. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ 10 കൊണ്ടായിരിക്കും. അതായത് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. ഇനി ഒരു എക്സാമ്പിൾ, 38നെ എന്താണ് 5 കൊണ്ട് ഹരിക്കാനാ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 38ന്റെ ഇരട്ടി എടുക്കണം. എത്രയാ? 76. എന്നിട്ട് ചെയ്യണം ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇടണം. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് ചെയ്യാലോ. ഇനി ഇത് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 42നെ 5 കൊണ്ട് ഹരിക്കുക. എത്രയാ? 5 40, ശിഷ്ടം 2. ഇനി എന്താ? ഒരു പോയിന്റ് ഇടുക, ഇവിടെ ഒരു 0 ഇടുക. I4 20 അല്ലേ? I4 20. അപ്പോൾ 8.4 നമുക്ക് ഇവിടെ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്താൽ മതി. നമ്മുടെ ഉത്തരം എത്രയാണ്? 8.4 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണല്ലോ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ LGSഉം അതുപോലെ രണ്ടാമത്തെ LGSഉം, അതായത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം, ഈ 2 സ്റ്റേജിലെയും ചോദ്യങ്ങളെ നോക്കിയിട്ട് ഒരു ചോദ്യ പേപ്പർ നാളെ ചെയ്യാം. അതായത് ടഫ് ആയിരിക്കില്ല. ഇപ്പോൾ 2 ചോദ്യ പേപ്പറുകളിലും എന്തായിരുന്നു? LGS സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ടഫ് ആയിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ടഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നാളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു വീഡിയോ ചെയ്യും. എങ്ങനത്തെ വീഡിയോ ചെയ്യാം നമ്മൾ? അതായത് LGS സ്റ്റേജ് 1ലെ പ്രോബ്ലംസും സ്റ്റേജ് 2ലെ പ്രോബ്ലംസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരിക്കും നമ്മൾ നാളെ തരിക. അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു.